നമ്മളെല്ലാവരും കാത്തിരുന്ന പ്രഭാസ് ചിത്രം കൽക്കി ഇന്നലെ ആണ് റിലീസായത്. എനിക്ക് ചിത്രം ഇന്നാണ് കാണുവാൻ കഴിഞ്ഞത്. ഞാൻ തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നിന്നാണ് ഈ കൽക്കി എന്ന ചിത്രം കണ്ടത്. സിനിമ കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. സിനിമ 2D ആണ് ഞാൻ കണ്ടത്, 3D ആണ് കാണേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇത് എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയുകയാണ്, ഈ ചിത്രം കഴിയുന്നത് 3D തന്നെ കാണാൻ ശ്രദ്ധിക്കുക. കാര്യം 3Dയിൽ കുറേ കൂടി ദൃശ്യാനുഭവം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. ഈ 2Dയിലാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത് മനസ്സിലായി. 3Dക്കുള്ള കുറേ സാധന സാമഗ്രികൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 3D ഉള്ളിടത്ത് 3D തന്നെ കാണുവാൻ ശ്രമിക്കുക. ഏറെ നാളിന് ശേഷമാണ് പ്രഭാസിൻ്റെ ഒരു നല്ല ചിത്രം വീണ്ടും കാണുവാനൊരു അവസരം ഉണ്ടായത്. ആദിപുരുഷും രാധേശ്യാമും ഒക്കെ കണ്ട് വളരെ നിരാശയോടുകൂടി മടങ്ങിയ പ്രേക്ഷകർക്ക് എന്തായാലും ഒരു പ്രഭാസിൽ നിന്ന് നല്ലൊരു ചിത്രം കിട്ടിയ ഒരു സന്തോഷത്തിലായിരിക്കാം ഒരുപക്ഷെ സിനിമ കണ്ടവരെല്ലാവരും തന്നെ. കാര്യം ആദിപുരുഷ ഞാൻ ഫസ്റ്റ് ദിവസം ആദിപുരുഷ ഞാൻ കാണാൻ പോയി. പ്രത്യേകിച്ചും അത് രാമായണ കഥ യഥാർത്ഥത്തിൽ രാമായണ കഥയായി തന്നെ കാണിച്ചിരുന്നെങ്കിൽ പോലും ഇതിനെക്കാട്ടും അതൊരു സക്സസ്സായി മാറിയേനെ. പക്ഷേ അതൊരു പരാജയമായി തീരുകയാണുണ്ടായത്. എന്തായാലും ഈ സിനിമയിൽ അങ്ങനെ യാതൊരു നിരാശയ്ക്കും വകയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ സിനിമ പ്രഭാസ് എൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. വളരെ പക്വതയാർന്ന അഭിനയ രീതിയാണ് ഇപ്പോൾ അമിതാഭ് ബച്ചനുള്ളത്. ഈ പണ്ടത്തെ ഹിന്ദി സിനിമകളിൽ ഇങ്ങനെ അഭിനയിച്ചു വന്ന അദ്ദേഹം ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ആക്ടർ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ലെവലിലേക്ക് അമിതാഭ് ബച്ചൻ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഈ ചിത്രത്തിലെ അമിതാഭ് ബച്ചൻ്റെ ഓരോ സീന് കാണുന്നവരും വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ ഇരുന്നു പോകും. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസാണ് അമിതാഭ് ബച്ചൻ്റെ ഈ സിനിമയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ എൻ്റെ സംവിധായകനായ നാഗ് അശ്വിൻ. അപ്പോൾ ഈ നാഗ് അശ്വിൻ എന്ന സംവിധായകൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമ ഏതാണെന്ന് ഞാൻ നോക്കിയപ്പോൾ 2018 ഒരു മഹാനടി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. ആ സിനിമയിൽ കീർത്തി സുരേഷാണ് നായികയായിട്ട് അഭിനയിച്ചത്. ദുൽഖർ സൽമാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിജയ് ദേവാരക്കൊണ്ട ഉണ്ടായിരുന്നു, സമന്ത ഉണ്ടായിരുന്നു. എന്തായാലും ആ സിനിമ അവിചാരിതമായിട്ടാണ് ഞാൻ ആ സിനിമ ഒരിക്കൽ ഞാൻ കണ്ടത്, ഈ മഹാനടി എന്ന ചിത്രം. ഈ മഹാനടി എന്ന ചിത്രം കണ്ടപ്പോൾ തന്നെ ഈ സംവിധായകൻ ആര് എന്ന് ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് സംവിധായകൻ ആയിരിക്കും. സിനിമ കണ്ടു കഴിഞ്ഞ ശേഷമാണ് ഞാൻ അറിഞ്ഞത് അത് നാഗാശ്വിൻ എന്നൊരു ഡയറക്ടറാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. തെലുങ്കിലെ ഒരു ഡയറക്ടറാണ് എന്നൊക്കെ ഉള്ള വിവരം. എന്തായാലും നാഗാശ്വിൻ ആ മഹാനടി എന്ന ചിത്രത്തിൽ കീർത്തി സുരേഷിൻ്റെ അഭിനയത്തിൻ്റെ മാക്സിമമാണ് ആ സിനിമയ്ക്കുള്ളിൽ. ആ സിനിമ അതുപോലെ ദുൽഖർ സൽമാൻ്റെ അഭിനയത്തിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നന്നായി കിട്ടിയ ഒരു സിനിമയായിരുന്നു മഹാനടി എന്ന ചിത്രം. അപ്പോൾ നാഗാശ്വിൻ എന്തോ ഒരു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം അതൊരു വെൽ ക്രാഫ്റ്റഡ് മൂവിയാണ് ഈ മഹാനടി എന്ന ചിത്രം. നമ്മളത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആ സിനിമയുടെ അവസാനം വരെയും കണ്ടിരിക്കും. അത്തരത്തിലുള്ള ഒരു പിടിച്ചിരുത്തുന്ന ഒരു കഥ പറച്ചിൽ രീതിയാണ് ഈ നാഗാശ്വിൻ്റേത്. എന്തായാലും നാഗാശ്വിനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ചിത്രത്തിൻ്റെ സംഗീത വിഭാഗം നോക്കുകയാണെങ്കിൽ സന്തോഷ് നാരായൺ. ഈ സന്തോഷ് നാരായണൻ്റെ പല വർക്കുകളും തമിഴിലും ഒക്കെ മറ്റു ഭാഷകളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്തായാലും സന്തോഷ് നാരായണൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇൻട്രോവലിന് മുമ്പ് വളരെ നല്ല ഒരു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു 100% മാർക്ക് കൊടുക്കാമെങ്കിൽ ഇൻട്രോവലിന് ശേഷം ഈ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത സംവിധാന രീതിയിൽ എന്തോ ഒരു കുറവുള്ളതുപോലെ എനിക്ക് തോന്നി. എങ്കിലും അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ സംഗീതം ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ പാട്ട് ക്ലൈമാക്സിലൊരു പാട്ടുണ്ട്. ക്ലൈമാക്സിനോട് സിനിമ അടുക്കുമ്പോൾ ഒരു പാട്ട്, അതിനുള്ളിൽ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന രീതി, അതൊരു പുതിയ രീതി. എനിക്ക് ആ പുതിയ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ കേട്ടപ്പോൾ നല്ലൊരു സുഖമുണ്ടായിരുന്നു. ഈ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്ന ആ രീതിയും ആ ഒരു സംഗീതവും. എന്തായാലും സന്തോഷ് നാരായണൻ്റെ ഭാഗം വളരെ നന്നായി തന്നെ അദ്ദേഹം സംഗീത സംവിധാനവും പാട്ടിനുള്ള മ്യൂസിക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിട്ടുണ്ട്. എങ്കിൽ എവിടെയോ എന്തൊക്കെയോ ചെറിയ പാളിച്ചകളുണ്ടെന്നല്ലാതെ വേറെ ഒന്നും തന്നെ സിനിമയ്ക്കുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ച് പറയാനില്ല. ഈ കൽക്കി എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ ജോർജെ സ്റ്റോജിലിക്കോവിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക് വളരെ നന്നായിട്ടുണ്ട്. സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ തന്നെ കുറേ വിഷ്വൽ ബ്യൂട്ടിയുള്ള കുറേ വിഷ്വൽസ് അദ്ദേഹം നമുക്കായി തരുന്നുണ്ട്. എന്തായാലും ക്യാമറ വർക്ക് സിനിമയുടെ ഒരു വിജയത്തിന് പിന്നിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഈ കൽക്കി സിനിമയുടെ തുടക്കം
എനിക്കിഷ്ടപ്പെട്ടത് ഒറ്റ കാരണത്താലാണ്. സിനിമയുടെ തുടക്കത്തിൽ ഈ മഹാഭാരത കഥയെ ആസ്പദമാക്കിയുള്ള ഒരു വിഷ്വൽസ് കാണിക്കുമ്പോഴാണ് ടൈറ്റിൽസ് കാണിക്കുന്നത്. എന്തായാലും അത് വളരെ കാച്ചിങ് ആയിട്ടുള്ള, നമുക്കൊരു സിനിമയിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ടൈറ്റിൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തുടക്കത്തിലുള്ള മഹാഭാരതത്തിൻ്റെ കുറേ വിഷ്വൽസ് ഉണ്ട്. ആ വിഷ്വൽസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം അതൊരു പ്രത്യേക രീതിയിലാണ് സംവിധായകൻ അത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ സിനിമയെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ഹിന്ദു മിത്തോളജി, അതായത് ഈ മഹാഭാരത കഥയൊക്കെ, ആ മഹാഭാരത കഥയുമായി ഈ പിന്നീട് വരുന്ന ഭാഗങ്ങളിലേക്ക്, അതായത് മഹാഭാരത കഥയും ഈ പുതിയ ആധുനികതയുമായി കണക്ട് ചെയ്യുമ്പോഴുള്ള യാതൊരു തരത്തിലുള്ള ആ ഒരു തമ്മിൽ ഒരു വളരെ സിങ്കായിട്ടാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത്. അത് എഴുതിയ വ്യക്തി, കഥ എഴുതിയ വ്യക്തിയുടെ കഴിവ് തന്നെയാണ്. ഈ മഹാഭാരതത്തിലെ ക്യാരക്ടർ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 6000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നതും അവർ ഓരോരുത്തരെ പ്രതിനിധീകരിക്കുന്നത്, ഇതെല്ലാം വളരെ കാര്യമായിട്ട് പറഞ്ഞു പോയിരിക്കുകയാണ് ആ സിനിമയ്ക്കുള്ളിൽ. വളരെ കൃത്യതയോടുകൂടി തന്നെ സംവിധായകൻ അത് എല്ലാം വിവരങ്ങളും അതിനുള്ളിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം. കമലഹാസൻ്റെ പെർഫോമൻസ് ഒരു ഉജ്ജ്വല പെർഫോമൻസ് എന്ന് വേണം പറയാൻ. ഇതിനകത്തുള്ളിൽ VFXും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് കമലഹാസനെ മറ്റൊരു തരത്തിലാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. എന്തായാലും ക്ലൈമാക്സിലും കമലഹാസൻ വരുന്നുണ്ട്. എന്തായാലും അത് ഒരു കമൽ ഹാസൻ പ്രേമികൾക്ക്, ആരാധകർക്ക് ഒരു സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഈ സിനിമയിൽ നായികയായി അഭിനയിച്ച ദീപിക പദുക്കോണും അതുപോലെ ശോഭനയും, പിന്നെ അതിനോടൊപ്പം തന്നെ അഭിനയിച്ച മറ്റെല്ലാവരും, ഈ പശുപതി ആയിക്കോട്ടെ, പശുപതിയും നല്ല പെർഫോമൻസാണ് സിനിമയ്ക്കുള്ളിൽ. നല്ല ഒരു കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ്. ഒരു ഹോളിവുഡ് ചിത്രം എന്തിനു കാണുന്നു? നമുക്ക് ഇങ്ങനെ സിനിമകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നതിലല്ലേ കൂടുതൽ സന്തോഷം, നമ്മളെ സ്വന്തം നാട്ടിലുണ്ടാക്കിയ ഇത്തരം സിനിമകൾ. ക്ലൈമാക്സിൽ എഴുതി കാണിക്കുന്നുണ്ട് കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് വിൽ കണ്ടിന്യൂ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സിനിമ ഇവിടെ കഴിയുന്നില്ല, ഇതിൻ്റെ ബാക്കി ഇനിയും തുടരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കൽക്കിയുടെ അടുത്ത ഭാഗത്തിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കുറച്ച് ഇങ്ങനെയുള്ള വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളാകുമ്പോൾ കുറച്ച് കാലം, 1-2 വർഷം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. എന്നാലും അടുത്ത ഭാഗവും ഈ കൽക്കി 1ാം ഭാഗം പോലെ തന്നെ വളരെ മനോഹരമായ, നമുക്ക് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ.